എറണാകുളം പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ 2 മാസം പ്രായമുള്ള കുഞ്ഞ് പനി ബാധിച്ച് മരിച്ചു. അസം സ്വദേശികളായ മൊയ്തുൽ ഇസ്ലാം, ഖാലിദ ഖത്തൂൻ എന്നിവരുടെ മകനാണ് മരിച്ചത്. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും വാഹനങ്ങൾ കൃത്യമായി ലഭിച്ചില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഗുഡ് ഈവനിംഗ്. ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം ലഭിച്ചില്ല എന്നുള്ള പരാതി ഉയരുന്നുണ്ട്. അതാണ് സത്യമെങ്കിൽ അത് അതിദാരുണമായ സംഭവമാണ് അല്ലേ അഭിനന്ദ്? തീർച്ചയായിട്ടും ഇന്ന് 2 ദിവസം കൊണ്ട് തന്നെ കുട്ടിക്ക് വലിയൊരു പനി അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടി പനി ആകമാനം ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുട്ടി ഉടൻ തന്നെ ആശുപത്രി എത്തിക്കുവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ശ്രമിച്ചുവെങ്കിലും കൃത്യസമയത്ത് വാഹനങ്ങൾ ലഭിച്ചില്ല എന്നുള്ള പരാതിയാണ് ഉണ്ടാകുന്നത്. 7 മണിയായതോടുകൂടി വീട്ടുടമകളോട് ഇക്കാര്യം കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിച്ചു. കുട്ടിയുടെ മാതാപിതാക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഈ വീട്ടുടമകൾ പിന്നീട് ഒരു വണ്ടി സൗകര്യം ഏർപ്പെടുത്തി, വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും പിന്നീട് 7 മണിയോടുകൂടി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. 7 മണിക്ക് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പറഞ്ഞത്. പെരുമ്പാവൂരിനെ സംബന്ധിച്ചുള്ള മത്സ്യത്തൊഴിലാളികൾ ഇതിനോടൊപ്പം തന്നെ പാർക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിലേക്ക് വാഹനം ലഭ്യമാകാത്തതിനെ തുടർന്ന് ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശ്രീനിധ. അഭിനന്ദ്, പലപ്പോഴും ഈ അതിഥി തൊഴിലാളികൾ ഇങ്ങനെ വന്ന് താമസിക്കുമ്പോൾ പല സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണ്. അത് അവരെ കൊണ്ടുവരുന്നവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇത് കൃത്യമായി കൊടുക്കുക. അതിന് നമുക്ക് നിയമങ്ങളുമുണ്ട്. പക്ഷേ പലപ്പോഴും കണക്കുകളിൽ പെടാതെയാണ് ഇവർ വന്ന് താമസിക്കുന്നതൊക്കെ തന്നെ. ഇപ്പോൾ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ, അവരുടെ അച്ഛനമ്മമാരുടെ അവസ്ഥ എന്താണ്? അവരുടെ ജീവിത സാഹചര്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുമ്പാവൂരിനെ സംബന്ധിച്ചോളം പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി കേന്ദ്രീകരിച്ചാണ് എറണാകുളത്തെ അതിഥി തൊഴിലാളികൾ വസിക്കുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാട്ടി നമ്മൾ തന്നെ കൃത്യമായി വാർത്തകൾ നൽകിയതാണ്. ഇവരുടെ കണക്കുകളൊന്നും കൃത്യമായി തന്നെ പുറത്തുവിടുന്നില്ല, ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇതിനോടൊപ്പം തന്നെ നമ്മൾ വാർത്തയടക്കം ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് മറ്റൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വൈകിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ആംബുലൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ വാഹനം കൃത്യമായി ലഭിക്കാത്തത് ഒരു മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. എന്തായാലും നിർഭാഗ്യകരമാണ് അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾ. ഈ കുഞ്ഞിനെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് സേവനം അടക്കമുള്ളവ ലഭ്യമാകാതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞു പോയാൽ എന്നുള്ള ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.